അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, നമുക്ക് ഇസ്ലാമിക ചരിത്ര ലോകത്ത് ഏറെ സുപരിചിതനായ ഒരു മഹാനായ പണ്ഡിതൻ ഇമാം ബൂസ്വരി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ചെറുതായൊന്ന് പരിചയപ്പെടാം. ഹിജറ 608 ഈജിപ്തിലെ നൈൽ നദിക്ക് സമീപമുള്ള ബൂസീർ എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ച മഹാനായ ഇമാം ബൂസ്വരി തൻ്റെ കുട്ടിക്കാലത്ത് തന്നെ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പിന്നീട് കൈറോയിൽ ചെന്ന് ഹദീസുകളും ചരിത്ര പഠനവും പൂർത്തിയാക്കി അതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടം അദ്ദേഹം നല്ല ഒരു കാലിഗ്രാഫറും നല്ലൊരു കവിയുമായി ഉമയ്യത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ കൊട്ടാരത്തിലെ കവിയായി ജീവിച്ച ഒരു മഹാനായ പണ്ഡിതനായി. പിന്നീട് ആ കാലഘട്ടത്തിലെ ഏറ്റവും സൂഫി ചരിത്രത്തിലെ വെള്ളി വെളിച്ചമായിരുന്ന അബുൽ അബ്ബാസുൽ മുർസി റഹ്മഹുല്ലാ, അതുപോലെ തന്നെ ഇമാം ഷാദിലി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ മഹാന്മാരുടെ അരികിൽ പോകുകയും അവരിൽ നിന്ന് ത്വരീഖത്ത് സ്വീകരിച്ച് ആത്മീയ ജീവിതം നയിച്ച സാത്വികനായ ആ പണ്ഡിതൻ, അദ്ദേഹത്തിനക്ക് ജീവിതത്തിൻ്റെ സായം സന്ധിയിൽ രോഗം ബാധിച്ചു. സ്ട്രോക്ക് വന്ന് കൈകാലുകൾ അവശനായപ്പോൾ അദ്ദേഹം തൻ്റെ മനസ്സിൽ ഒരു തീരുമാനമെടുത്തു. ഈ രോഗത്തിൽ നിന്ന് ഞാൻ മുക്തി നേടുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഒരു കവിത രചിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം തൻ്റെ കവിത ആരംഭിച്ചു. ആ കവിതയുടെ പേരാണ് ബുർദ എന്ന് പറയുന്ന വിഖ്യാതമായ ലോകപ്രശസ്തമായ കവിത. ആ കവിതയുടെ ഏതാനും വരികൾ മഹാനവർകൾ എഴുതിയപ്പോൾ രാത്രിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ വരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തൻ്റെ വിഷയം, തൻ്റെ പ്രയാസം പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കവിത പാടിക്കൊടുത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ചുമലുണ്ടായിരുന്ന ഷാള് ഇമാം ബൂസ്വരിക്ക് അണിയിച്ചു കൊടുക്കുകയും വേദനയുള്ള ഭാഗത്ത് തടവി കൊടുക്കുകയും ചെയ്തു. സ്വപ്നത്തിൽ ഉണർന്ന് പിറ്റേ ദിവസം അദ്ദേഹം നോക്കുമ്പോൾ ശരീരത്തിന് പൂർണ്ണമായ സുഖം ലഭിച്ചു. അങ്ങനെ തൻ്റെ കവിത പൂർത്തിയാക്കി. ബഹുമാനപ്പെട്ട ഇമാം ബൂസ്വരി റഹ്മത്തുള്ളാഹിയുടെ ആ വിഖ്യാതമായ കവിതയുടെ ചില വരികളിലൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഏതാനും ചില വരികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.